നമസ്തേ, ഞാൻ ശ്രീലേഖ. കണ്ണൻ ഹെയർ കണക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞു തരുന്ന ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, റിസൾട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വലിയ സന്തോഷം കേട്ടോ. നിങ്ങൾ ആ മനസ്സ് കാണിച്ചല്ലോ പറയാനുള്ള എല്ലാ ടിപ്സും നല്ല ഉപയോഗപ്രദമായ രീതിയിലാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. എല്ലാ ടിപ്സും നല്ല റിസൾട്ടുമാണ് കേട്ടോ, മുടി കൊഴിച്ചിൽ ഇല്ലാതാവാനും ഒക്കെ. അപ്പം ഞാൻ ഇന്നലെ ഹൈബിസ്കസിൻ്റെ ടിപ്സ് കാണിച്ചു തന്നല്ലോ. ഹൈബിസ്കസ് പേസ്റ്റ് ആക്കിയിട്ട്, ഫ്ലവർ പേസ്റ്റ് ആക്കിയിട്ട് ഒലിവ് ഓയിൽ ചേർത്തിട്ടുള്ളത് നല്ല അടിപൊളി ടിപ്സാട്ടോ. അപ്പം നമുക്ക് ഈ മുടി കൊഴിച്ചിൽ കൂടുതലുള്ളവർക്ക് അതൊരു ടിപ്പ് ഉപയോഗിക്കാം കേട്ടോ. പൂക്കൾ എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെമ്പരത്തി കൊമ്പ്, 5 ഇതളിൻ്റെ ചെമ്പരത്തി കൊമ്പ് കിട്ടുവാണെങ്കിൽ അത് വീട്ടിൽ നട്ടുപിടിപ്പിക്കണം കേട്ടോ. അതിൻ്റെ എല്ലാം നമുക്ക് ചെമ്പരത്തി പൂവ്, പിന്നെ ലീഫ്, ഇലയൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ മുടിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. പാരമ്പര്യമായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഇതായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ചെമ്പരത്തി പൂവൊക്കെ വളരെ ബെസ്റ്റാണ്. പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്നത് ആൾക്കാര്. ചെമ്പരത്തി താളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വന്നത് ചെമ്പരത്തിയാണ്. അപ്പോൾ ചെമ്പരത്തി താളി ഇല്ലാത്തവരൊക്കെ നട്ടുപിടിപ്പിക്കാം കേട്ടോ. അപ്പൊ ഈ മുടി കൊഴിച്ചിൽ കൂടുതലുള്ളവര് ഇപ്പൊ വീട്ടിലില്ലെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടാണെങ്കിലും മേടിക്കണം കേട്ടോ. കാരണം നല്ല റിസൾട്ടാണ്. ഈ ഹെയർ ഫോൾ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിയുടെ കൊഴിച്ചിലൊക്കെ കുറയും, താരനൊക്കെ പോകും. നല്ല റിസൾട്ടാണ്. അപ്പൊ ഇന്നലെ ഞാനത് തേച്ചത് കാണിച്ചു തന്നല്ലോ. വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്താണ് കേട്ടോ, വാഷ് ചെയ്ത് കളഞ്ഞാണ്. അപ്പൊ ഓയിലും അധികമില്ല, ഒലിവ് ഓയിലും ഈ ഹൈബിസ്കസും കൂടിയാണ് തേച്ചത്. കണ്ടോ, അധികം ഓവറായിട്ടുള്ള ഓയിലും ഇല്ല. നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ മറ്റേ ഡൈയുടെ കാര്യം ചോദിച്ചു, ഹെയർ ഡൈ സൂക്ഷിക്കണ കാര്യം ചോദിച്ചു കേട്ടോ. ഇപ്പോൾ ഞാനത് പറയാൻ കാരണം, നമുക്കിപ്പോൾ ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ദിവസം അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അതിന് സൗകര്യമില്ല, സമയമില്ലെങ്കിൽ മാത്രം നമ്മളത് സൂക്ഷിച്ചു വെക്കാം. ഇത് പുറത്ത് വയ്ക്കുമ്പോൾ നമുക്ക് 2 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. കാരണം മീതെ കുപ്പല് പോലെ വരും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കണം. അപ്പൊ അതിന് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്നതിന് തെറ്റില്ല. പക്ഷെ സാധിക്കുന്നവർ അപ്പപ്പ കൂട്ടി തേക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒട്ടും സമയമില്ല, പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പുറമെ വെക്കാം, പക്ഷെ അത് 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ല കേട്ടോ, ഉപ്പില് പോലെയൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് സാധിക്കുന്നവർ അന്ന് തന്നെ മിക്സ് ചെയ്ത് തേക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഈ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവര് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, മുടിയിൽ എണ്ണ മെഴുക്ക് പാടില്ല കേട്ടോ. നമ്മള് തേക്കുന്നതിൽ തലേ ദിവസം നെല്ലിക്കപ്പൊടി അല്ലെങ്കിൽ ഈ താളിപ്പൊടിയൊക്കെ ഇട്ടിട്ട് തലമുടിയിലുള്ള ഓയിൽ നമ്മൾ മാറ്റണം കേട്ടോ. അപ്പോൾ ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കളർ പിടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ തേക്കുന്നതിന് മുമ്പ്, ഈ ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തലമുടിയിലുള്ള ഓയിലെല്ലാം നമ്മളത് കളയണം. ഷാമ്പു സോപ്പൊന്നും ഇടരുത് കേട്ടോ. നെല്ലിക്കപ്പൊടി ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നെല്ലിക്കപ്പൊടി തേച്ച് പിടിപ്പിക്കാം, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. ചെറുപയർ പൊടി നല്ലതാണ്, കടലപ്പൊടി നല്ലതാണ്, അതിലൊക്കെ തലയിൽ തേക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് തലേ ദിവസം മുമ്പ് എണ്ണമെഴുക്കൊക്കെ കളഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. നേരത്തെ ചോദിച്ച സംശയമാണ്, ഞാൻ അതിന് മറുപടി തന്നിട്ടുണ്ട്. ഈ ഡൈ കഴിഞ്ഞിട്ട് ഏറ്റവും പറ്റിയ എണ്ണ ഏതാണ് തേക്കാൻ? ഒലിവ് എണ്ണ നല്ലതാണ് കേട്ടോ. ഒലിവ് ഓയിൽ ഡൈ ചെയ്തിട്ട് ഈവനിങ് ടൈമിൽ ഒലിവ് ഓയിൽ തൊട്ടുകൊടുത്താൽ അപ്പോൾ ഒന്നും കൂടി കളർ കിട്ടുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ്, ധൈര്യമായിട്ട് ചെയ്യാം. 2 തരം ഞാൻ ഹെയർ ഡൈ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ബീറ്റ്റൂട്ടിൻ്റെ, പിന്നെ ഒന്ന് നാച്ചുറലായിട്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അത് ചെയ്യാം കേട്ടോ. ബീറ്റ്റൂട്ടിൻ്റെ ചെയ്യുമ്പോൾ ചിലത് ഫസ്റ്റ് പാക്കിൽ തന്നെ റിസൾട്ട് വരുന്നുണ്ട്. ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പം അതാണ് ഞാൻ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ മുടിയിൽ. അപ്പം ചില ടിപ്സ് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് സഡൻ ആയിട്ട് മുടി കൊഴിച്ചിൽ നിൽക്കുന്നുണ്ട്, ചിലർക്ക് വേറെ ടിപ്സ് ആയിരിക്കും. അപ്പം പലർക്കും പല രീതിയിലുള്ള ടിപ്സ് ഉപയോഗിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത്.
അപ്പം അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വെറൈറ്റീസ് ഒക്കെ പറയുന്നത്. ഞാനിതെല്ലാം തേക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ പോണ മുടി പൊക്കോട്ടെ, പക്ഷെ മുടി വന്നുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എളുപ്പമുള്ള ടിപ്സ് എളുപ്പം അതും പറഞ്ഞു തരുന്നുണ്ട് ഈ ജോലിക്കാർക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. കൂടുതൽ ടിപ്സും കാര്യങ്ങളും ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് കൂട്ടിക്കൊണ്ട് ചെയ്യുന്നതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിസ്സാരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടിപ്സും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ വീഡിയോ കാണാം, കണ്ടിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ കറ്റാർവാഴ ഏറ്റവും ബെസ്റ്റാണ് എല്ലാത്തിലും. ഞാൻ പറയുന്ന കറ്റാർവാഴ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണോ, അത്ര റിസൾട്ടാണ്. അപ്പോൾ ചേച്ചി എന്ത് എപ്പോഴും കറ്റാർവാഴ പറയുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് വരെ തേച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കറ്റാർവാഴ ജെൽ. എല്ലാ ജെല്ലും നല്ലതാണ്, പക്ഷെ കറ്റാർവാഴ ഇപ്പം നമ്മൾക്ക് സംശയം ഉണ്ടാവും കൊച്ചുങ്ങൾക്ക് ടിപ്സ് ഒക്കെ. അപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല, ഈ ജെല്ല് തേച്ചു കൊടുക്കുക കേട്ടോ. അല്ല പറയടാ, ഞാൻ പറയുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രായം മുതലേ അവരെ ഇതുപോലെയുള്ള ജെല്ലും കാര്യങ്ങളൊക്കെ തേച്ച് ശീലിപ്പിക്കാം കേട്ടോ. എണ്ണകൾ പല എണ്ണകൾ തേച്ച് പിടിപ്പിക്കാം, കുറേശ്ശെ കുറേശ്ശെ തൊട്ട് പിടുത്താവും. അപ്പോൾ അവർ ഇപ്പോൾ എവിടെ പോയാലും കിട്ടുന്ന എണ്ണ തേക്കാനും അവർക്ക് പറ്റും കേട്ടോ. നമ്മൾ കുട്ടിക്കാലം മുതലേ ഈ പല പല എണ്ണ തേച്ചാൽ അപ്പോൾ സംശയം തോന്നും, ഈ വ്യത്യസ്ത രീതിയിലുള്ള എണ്ണകൾ തേക്കുമ്പോൾ മുടി കൊഴിച്ചിൽ കൂടുമോ? അങ്ങനെയില്ല കേട്ടോ. പല എണ്ണകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നീലബൃങ്ങാതി എണ്ണ ഉപയോഗിക്കാറുണ്ട്, കയ്യുണ്ണി എണ്ണ, ഞാൻ കഴിഞ്ഞ പറഞ്ഞല്ലോ കയ്യുണ്ണി എണ്ണ ഉപയോഗിക്കാറുണ്ട്. ചിരട്ടക്കരി വരെ എടുത്ത എണ്ണ അത് തേച്ചിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിയുടെ വെളിച്ചെണ്ണ അത് തേച്ചിട്ടുണ്ട്. കരിവേപ്പില അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് റൂമിൽ വെച്ചിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മൾ അരച്ചത് പരത്തിയിട്ട് ഉണക്കിയെടുക്കും, വെയിൽ കൊള്ളാതെ ഉണക്കിയെടുക്കും. എന്നിട്ട് അത് കുപ്പിയിലിട്ട് വെളിച്ചെണ്ണയെ ഒഴിച്ച് അതും തേക്കാറുണ്ടായിരുന്നു. അതുപോലെ ഭരണിയിൽ നെല്ലിക്ക ചതച്ചിടും, എന്നിട്ട് വെളിച്ചെണ്ണ നിറച്ച് വെച്ചിട്ട് ഒരു തുണി കൊണ്ട് കെട്ടി ചുറ്റി വയ്ക്കും. എന്നിട്ട് ഒരു 15-20 ദിവസം കഴിയുമ്പോൾ അതെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ഈ നെല്ലിക്ക പിഴിഞ്ഞു മാറ്റും, അതും തേക്കും. അങ്ങനെ നമ്മൾ എള്ളെണ്ണ തേക്കാറുണ്ട്, കറ്റാർവാഴയുടെ എണ്ണ തേക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നീലിബ്രിങ്ങാതി പോലെയുള്ള എണ്ണകളൊക്കെ ഇങ്ങനെ ബ്രഹ്മലങ്ങാതി എണ്ണ, ഇങ്ങനെയൊക്കെ പലതും തേക്കാം. അപ്പോൾ കുട്ടിക്കാലം മുതലേ നമ്മൾ ഓരോന്നും മാറ്റി തേക്കുമ്പോൾ അവർ പിന്നീട് എവിടെ പോയാലും എന്ത് എണ്ണ തേച്ചാലും അവർക്ക് പ്രശ്നം വരുന്നില്ല കേട്ടോ. ചിലവർക്ക് ആ സ്ഥിരമായ എണ്ണ തേച്ചാൽ മാത്രമേ പറ്റുള്ളൂ, കാരണം നീർപ്പിടുത്തമൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ശീലമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഇനി അഥവാ അങ്ങനെ ശീലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അല്പം എടുത്ത് തേക്കാം. ഒരുപാട് അങ്ങനെ എണ്ണ എടുക്കണ്ട. ആദ്യമായിട്ട് തേക്കുമ്പോൾ ഇത്തിരി എടുക്കുക, വിരലിൽ വെച്ചിട്ട് ഒന്ന് തൊട്ട് എടുക്കുക. അപ്പോൾ അതെ ഒരു ഇത്തിരി ഒരു 4 ഡ്രോപ്സ് ഒക്കെ എടുക്കാം, എന്നിട്ട് തൊട്ട് എടുക്കുക. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അളവ് കൂട്ടാം കേട്ടോ. അപ്പോൾ പലതരം എണ്ണകളുണ്ട്. അത് ശീലമുള്ളവർ അത് ഇങ്ങനെ കുട്ടിക്കാലം മുതൽ കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. വെന്ത് വെളിച്ചെണ്ണ തേക്കാം, അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ വെളിച്ചെണ്ണകൾ തേക്കാം. അപ്പൊ അത് കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കാം. അപ്പോൾ എവിടെ പോയാലും എന്ത് എണ്ണ കിട്ടിയാലും അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ശീലിപ്പിക്കാം. മുടി കൊഴിച്ചിൽ നിൽക്കും. നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് കുട്ടികൾക്കാണെങ്കിൽ താരൻ പേനൊക്കെ ഉണ്ടാവുക. പേൻ ശല്യത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആര്യവേപ്പിൻ്റെ ഇല പേസ്റ്റ് ആക്കിയിട്ട് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുക. അതുപോലെ തുളസി എടുത്തിട്ട് അരച്ചിട്ട് അതിൻ്റെ നീരെടുക്കാം, എന്നിട്ട് അത് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പേൻ ശല്യത്തിന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ ശരിക്കും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ ദ്രാവകം പോലെയുണ്ട്, അത് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കും കേട്ടോ. നമ്മളിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ആദ്യം ആ മഞ്ഞ കളയണം. അപ്പോൾ ചിലവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കറ്റാർവാഴ അലോവേര പറ്റുന്നില്ല, അത് തേക്കുമ്പോൾ ചൊറിച്ചിലാണ്, അലർജിയാന്ന് പറയുന്നത്. അത് അലർജിയാണ് അവർക്ക് തോന്നാൻ കാരണം ഈ മഞ്ഞ വെള്ളം കളയാത്തോണ്ടാണ് കേട്ടോ. ഒരു മഞ്ഞ ലിക്വിഡ് ഉണ്ട് ഇതിനുള്ളിൽ, അത് പോയിസൺ പോലെയാണ്. അപ്പോൾ അത് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കും. അത് മുറിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതിങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലുള്ള മഞ്ഞ ദ്രാവകം എല്ലാം പോയി തീരും. പിന്നെ നമ്മളെടുത്ത് ഫേസിലാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. സ്കിന്നിലും ഹെയറിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇതെടുക്കാം,
എന്നിട്ട് നമുക്ക് ഒരു ദിവസത്തെ പാക്ക് ഈ കറ്റാർവാഴ എടുത്തിട്ട് കറ്റാർവാഴ ജെല്ലെടുക്കാം. കറ്റാർവാഴ ജെല്ലെടുക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അപ്പം അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ജെല്ലെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ മുള്ള് പോലെയുള്ള രണ്ട് വശം കളയാം, എന്നിട്ട് ഈ തൊലി കളയാം. ഉള്ളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ചിരി 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 ജെല്ലെടുക്കാം കേട്ടോ. ജെല്ലെടുത്തിട്ട് അതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് കേട്ടോ ഇത്. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇത് നമുക്ക് അകത്തേക്ക് കഴിക്കുന്ന പോലെ തന്നെ മുടിയിലും അപ്ലൈ ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്യാം. ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ 2 എടുക്കാം. 2 എടുത്തിട്ട് ഈ അലോവേറ ജെല്ലിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് തലോട്ടിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് നോക്കൂ. എത്ര സുഖമാണെന്നറിയോ. മുടി നന്നായിട്ട് വളരും കേട്ടോ. അലോവേറ ജെല്ലിൽ ഇത് തേച്ച് കൊടുക്കാൻ മതി. അപ്പം നമുക്ക് നല്ല റിസൾട്ടായിരിക്കും. മുടി കൊഴിച്ചിൽ നിൽക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും മുടി. നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടും വിറ്റാമിൻ ഇ ആകുമ്പോൾ കേട്ടോ. വിറ്റാമിൻ അതിൻ്റെ കുറവൊക്കെ മാറ്റി മുടിക്ക് നല്ല ഹെൽത്തി ആവും കറ്റാർവാഴയും കൂടി ചേർക്കുമ്പോൾ. അപ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുഴപ്പമില്ല ചെയ്തു കൊടുക്കുന്നതിൽ കേട്ടോ. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിച്ചിട്ട് ഇതുപോലെ വൈകുന്നേരങ്ങളിൽ മുടി വിടുത്തി കെട്ടി വയ്ക്കുക, പിന്നി വയ്ക്കുക. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ഈ ഒരുപാട് മുടി ഊരി പോകണമെന്ന് പറഞ്ഞവരുണ്ടല്ലോ, അവർ ഈ ടിപ്സും കാര്യങ്ങളും ജെല്ലൊക്കെ ഉപയോഗിക്കാം. ഈവനിങ് ടൈമിൽ മുടി വിടുത്തി, ഒരിക്കലും കോമ്പ് കൊണ്ട് വിടുത്തരുത് കേട്ടോ. നമ്മൾ കൈകൊണ്ട് വിടുത്തതിന് ശേഷം ജട എല്ലാം പോയിന്ന് ഉറപ്പ് വന്നതിന് ശേഷം കോമ്പ് കൊണ്ട് നമ്മൾ വിടുത്താൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മുടിയെല്ലാം പൊട്ടി 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 പോകും കേട്ടോ. അപ്പോൾ മുടി പിന്നെ നിങ്ങൾ പിറ്റേ ദിവസം നോക്കാം എത്ര മുടി ഊരിപ്പോയിട്ടുണ്ട് നോക്കാം. അത് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഇതേപോലെ ചെയ്തിട്ട് അപ്പോഴും നോക്കാം മുടി എത്തണം. അപ്പോൾ ശരിക്കും ആദ്യത്തെ മുടി കൊഴിച്ചിലിനേക്കാളും കുറഞ്ഞുകൊണ്ടേയിരിക്കും മുടി കൊഴിച്ചിൽ കേട്ടോ. എണ്ണം കുറഞ്ഞിരിക്കും, മുടി കൊഴിഞ്ഞു പോകുന്നതിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കും. പിന്നെ ഒരു ദിവസം 100 മുടി വരെയും പോവാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ആരും വിഷമിക്കണ്ട കേട്ടോ. ഈ പോയ മുടിയെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഒരു കാരണമില്ലാതെ മുടി കൊഴിച്ചിൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഹെയറിൻ്റെ ഗ്രോത്തിൻ്റെ സ്റ്റേജസ് ഉണ്ട്, 3 സ്റ്റേജസ്. അത് സൈക്ലിംഗ് പോലെ കറങ്ങി വരും കേട്ടോ. ഹെയർ ഗ്രോത്ത്, റാപ്പിഡ് ഹെയർ ഗ്രോത്ത്, സ്ലോ ഡൗൺ, അതുപോലെ ഷെഡിങ് എന്ന് പറയും, മുടി ഊരിപ്പോട്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അത് പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ കാണാത്തവർ. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ മുടി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു കാരണമില്ലാതെ മുടി കൊഴിച്ചിൽ പോകണ്ടെങ്കിൽ അത് ഈ സ്റ്റേജസിൻ്റെ ഇതായിരിക്കും കേട്ടോ. അതങ്ങനെ ഇങ്ങനെ കറങ്ങി 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 വരും കേട്ടോ. ആ സമയത്ത് നമ്മൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഇതുപോലെ അപ്ലൈ ചെയ്താൽ മതി. ജെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നീർപ്പിടുത്തം ഉള്ളവർ മുരിങ്ങയുടെ നീരെടുത്തിട്ട് ഇതുപോലെ ചൂടാക്കിയിട്ട് നിറയെ തിരുമ്മ, രാസനാദിപ്പൊടി ഇട്ടിട്ട് നീർപ്പിടുത്തമില്ലാതിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ, അലോവേറ ജെൽ പ്ലസ് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ. അപ്പം അത് അതുപോലെ ചെയ്തോളൂ. നീർപ്പിടുത്തം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കാം കേട്ടോ. ഇത് ഈവനിങ് ടൈമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് അപ്പോഴത്തേക്കും മുടി ഒന്ന് ഉണങ്ങും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ജെല്ലിൻ്റെ അംശങ്ങളൊക്കെ മുടിയിലുണ്ടാവും ഉണങ്ങി കഴിയുമ്പോൾ. അപ്പോൾ അധികം ഉണങ്ങുന്നതിന് മുമ്പ് ആ അംശങ്ങൾ എടുത്തിട്ട് കളയണം കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ പോലെ കാണാം ജെല്ലിൻ്റെ, അതെടുത്ത് കളയാം. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കാകുമ്പോൾ മുടിയായിട്ട് ഉണങ്ങി പിടിച്ചിരിക്കും. പിന്നെ നമുക്കത് വേർപെടുത്താനായിട്ട് വിഷമമായിരിക്കും. അപ്പോൾ അതിനെ കുറിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടത്. മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്, ജെല്ലെടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാം, കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കാൻ മുടി കേട്ടോ. ആരും വിഷമിക്കണ്ട. നമ്മുടെ ഫാമിലിയിൽ വന്ന പിന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടെന്നുള്ള ഒരു സങ്കടമേ വേണ്ട കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതുപോലെ മുടി കെയർ ചെയ്യാം.
പിന്നെ പറഞ്ഞ പോലെ മുടി കട്ടിങ്ങിൻ്റെ പറഞ്ഞു. പൗർണമി ദിവസം ഏറ്റവും ബെസ്റ്റാണ് ട്ടോ മുടി കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ മുടി നല്ല എനർജറ്റിക് ആയിട്ടും ഫുൾ പവർ കിട്ടും, എനർജി പവർ. അന്നാണ് ഫുൾ മൂൺ ഉള്ള ദിവസമാകുമ്പോഴാണ് ചന്ദ്രൻ്റെ ഫുൾ എനർജി നമുക്ക് കിട്ടുന്നത്. ആ സമയത്ത് നമ്മൾ മുടി കട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സൂപ്പറായിട്ട് മുടി വളരും കേട്ടോ. നല്ല തിക്നെസ്സോടുകൂടി ആ എനർജി ഫുള്ള് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ആ സമയത്ത്. മുടിക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഫുൾ പവറായിരിക്കും ആ സമയം കേട്ടോ. അപ്പോൾ മുടി കട്ട് ചെയ്യണം എന്നുള്ളവർ പൗർണമി ദിവസം നോക്കി കട്ട് ചെയ്തോളൂ. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പൗർണമി മുടി കട്ട് ചെയ്യേണ്ട ദിവസം, പൗർണമി ദിവസം, അതിൻ്റെ പ്രത്യേകത അതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തൊരു കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സ്ട്രെസ്സ് പാടില്ല കേട്ടോ, ടെൻഷൻ പാടില്ല. മുടി കൊഴിയണോ എന്നുള്ള ഒരു ടെൻഷനും പാടില്ല. നമ്മളെ വീഡിയോ കണ്ടതിൽ പിന്നെ ആർക്കും ഒരു ടെൻഷനും പാടില്ല. മുടി കൊഴിഞ്ഞു പോകുന്നു, പക്ഷെ പറഞ്ഞു പോകുന്നു, ഇതൊക്കെ നമുക്ക് നേരെയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എന്നും ഉണ്ടാവണം കേട്ടോ. വളരെ വളരെ നന്ദി. അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത്.